മാസപ്പടി കേസിന്റെ മറവിൽ മുൻ മുഖ്യമന്ത്രിയും CPIM മുതിർന്ന നേതാവുമായ പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും രാഷ്ട്രീയമായി തകർക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടത്തുന്ന ഹീനമായ നീക്കങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി ജനരോഷം ഇരമ്പുകയാണ്. കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് വന്ന മണിക്കൂറുകൾക്കകം തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും പിണറായി വിജയന്റെ വസതികൾ ഉൾപ്പെടെ രാജ്യത്തെ 12ഓളം കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ നാടകീയ റെയ്ഡുകൾ UDF സർക്കാരിന്റെയും BJPയുടെയും മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമാണെന്ന ആരോപണം ശക്തമായി കഴിഞ്ഞു. മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും കണ്ട് നടത്തിയ രഹസ്യ ചർച്ചകൾക്ക് തൊട്ടു പിന്നാലെയാണ് ഈ നീക്കങ്ങൾ എന്നത് രാഷ്ട്രീയ ഗൂഢാലോചന നടന്നു എന്നതിന് ബലം പകരുന്ന സംഭവങ്ങളാണ്. മുൻമന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും ED റെയ്ഡ് നടക്കുകയാണ്. കോഴിക്കോട്ടെ വീട്ടിൽ ED വിപുലമായ റെയ്ഡ് തുടരുന്നതിനിടെ വളഞ്ഞിട്ടോളൂ, പക്ഷേ സംഘപരിവാറിന് മുമ്പിൽ കുമ്പിടില്ല, അവസാന ശ്വാസം വരെയും പോരാടുമെന്ന കടുത്ത രാഷ്ട്രീയ പ്രതികരണമാണ് മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. തങ്ങളുടെ രാഷ്ട്രീയ യജമാനന്മാരെ പ്രീതിപ്പെടുത്താൻ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന ഇത്തരം ഉമ്മാക്കികളെ ജനങ്ങളെ അണിനിരത്തി ചെറുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന ഇന്റലിജൻസിനെയോ സ്പെഷ്യൽ ബ്രാഞ്ചിനെയോ ലോക്കൽ പോലീസിനെയോ പോലും അറിയിക്കാതെ അർദ്ധരാത്രിക്ക് സമാനമായ രഹസ്യ സ്വഭാവത്തോടെയാണ് ED സംഘം എത്തിയത്. എന്നാൽ റെയ്ഡ് വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻകൂട്ടി ചോർത്തി നൽകുകയും ചെയ്തു. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിൽ പിണറായി വിജയൻ ഉള്ളപ്പോഴാണ് ED സംഘം എത്തിയത്. തുടർന്ന് അദ്ദേഹത്തിന്റെ മകളും എക്സാലോജിക് കമ്പനി ഉടമയുമായ വീണ വിജയന്റെ മൊഴി രേഖപ്പെടുത്താൻ ആരംഭിച്ചു. എക്സാലോജിക്കിന്റെ ഇടപാടുകൾ പൂർണ്ണമായും നിയമപരമാണെന്നും അന്വേഷണവുമായി വീണ ഇതുവരെ പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ടെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഇതിനു പുറമെ കണ്ണൂർ പിണറായിയിലെ വീട്, ആലുവയിലെ CMRL ഓഫീസ്, കമ്പനി MD ശശിധരൻ കർത്തിയുടെ വസതി എന്നിവിടങ്ങളിലും പരിശോധന തുടരുകയാണ്. ഈ റെയ്ഡുകൾ BJPയും കോൺഗ്രസും സംയുക്തമായി തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമാണെന്നാണ് ജോൺ ബ്രിട്ടാസ് MP തുറന്നടിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ അമിത്ഷായെ കണ്ടതിന് പിന്നാലെയാണ് ഇത് സംഭവിക്കുന്നത്. പിണറായി വിജയൻ തീയിൽ കുരുത്ത നേതാവാണ്. അടിയന്തരാവസ്ഥ കാലത്തെ ക്രൂരമർദ്ദനങ്ങളെയും ലാവ്ലിൻ പോലുള്ള കള്ളക്കഥകളെയും കോടതിയിൽ തോൽപ്പിച്ച കരുത്താണ് അദ്ദേഹത്തിന്റേത്. ഇത്തരം ഭീഷണികൾ കൊണ്ട് അദ്ദേഹത്തെ ഭയപ്പെടുത്താമെന്ന് ആരും കരുതേണ്ടെന്നാണ് ബ്രിട്ടാസ് പറഞ്ഞത്. ED എന്നത് സംഘപരിവാറിന്റെ എക്സ്ട്രാ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന രീതിയിൽ P ജയരാജനും ആഞ്ഞടിക്കുന്നുണ്ട്. ബംഗാളും ത്രിപുരയും പോലെ കേരളത്തിലെ CPMനെയും തകർക്കാനാണ് ഈ നീക്കം. മോദിയും മേനോൻ സതീശനും ഇതിനായി ഗൂഢാലോചന നടത്തി. ഇതിൽ നിലവിലെ UDF സർക്കാരിന് കൃത്യമായ പങ്കുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെ കള്ളക്കേസിൽ കുടുക്കിയതുപോലെ പിണറായിയെയും തകർക്കാനാണ് നോക്കുന്നത് എന്നാണ് ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ പ്രതികരണം. മുഖ്യമന്ത്രി VD സതീശൻ BJPക്കും RSSനും ഒത്താശ ചെയ്യുന്ന ആളാണെന്നും VD സവർക്കറും VD സതീശനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലെന്നും രാഗേഷും തുറന്നടിക്കാൻ മടിച്ചില്ല. ഇതൊരു ഹീനമായ രാഷ്ട്രീയ ആക്രമണമാണെന്നും CMRLൽ നിന്നും വൻ തുകകൾ കൈപ്പറ്റിയ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയക്കാർ ഇന്ന് UDF മന്ത്രിസഭയിലുണ്ടെന്നും അവർക്കെതിരെ എന്തുകൊണ്ട് അന്വേഷണമില്ല എന്ന ചോദ്യമാണ് CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഉയർത്തിയത്. നരേന്ദ്രമോദിയുടെ നവ ഫാസിസ്റ്റ് കാലത്തെ ഈ വേട്ടയാടലിനെ രാഷ്ട്രീയമായും നിയമപരമായും പാർട്ടി നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത നീക്കത്തിനെതിരെ കണ്ണൂരിലും തിരുവനന്തപുരത്തും വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. കേന്ദ്ര സർക്കാർ തെമ്മാടികളെന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പിണറായിയിലെ വസതിക്ക് മുന്നിൽ നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ തടിച്ചുകൂടി. പലയിടങ്ങളിലും പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇടതുപക്ഷത്തെ തകർക്കാൻ BJPയുമായി ചേർന്ന് വോട്ട് കച്ചവടം നടത്തുന്ന UDFന്റെ തനിനിറം ജനങ്ങൾ തിരിച്ചറിയുമെന്നും ഈ രാഷ്ട്രീയ നാടകങ്ങളെ ജനകീയ പ്രതിരോധത്തിലൂടെ തകർക്കുമെന്നും CPM ഏരിയ സെക്രട്ടറി K ശശി വ്യക്തമാക്കി.